ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ചാനലിൽ ഇവരെ ഇങ്ങനെ കാണിക്കുമ്പോൾ ഒരു സന്തോഷം. കാരണം നമുക്കിവിടെയുള്ളതിൽ ഒരു പ്രധാനപ്പെട്ട കൂട്ടുകാരാണ് ഇവർ. ഈ ഒറ്റയ്ക്കുള്ള പ്രവാസ ജീവിതത്തിൽ വല്ലപ്പോഴൊക്കെ ഞാൻ ചോറൊക്കെ വെക്കാറുള്ളൂ. വല്ലപ്പോഴും എന്ന് പറഞ്ഞാൽ മാസത്തിൽ 2-3 തവണ. അപ്പോൾ പലപ്പോഴും ഒരു നേരം ചോറ് വെച്ച് കഴിഞ്ഞാൽ അത് ബാക്കിയായിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്നത് എന്താക്കും, ഞാനത് കളയാറില്ല. അത് ഇതുപോലെ ഉള്ള കറിയും ഇതെല്ലാം കൂടെ കൂട്ടി ഒരു പാത്രത്തിലാക്കിയിട്ട് നേരെ എൻ്റെ കമ്പനിയുടെ മുമ്പിലുള്ള കുറച്ച് കാവൽക്കാരുണ്ട്, അവരെക്കുറിച്ച് ഞാൻ വീഡിയോ മുമ്പ് ചെയ്തിരുന്നു, അവർക്ക് കൊണ്ട് കൊടുക്കും. അതൊരു പതിവായതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ല, എൻ്റെ വണ്ടി കാണുമ്പോൾ തന്നെ അവർ ഓടി വരും. പക്ഷേ ഇന്ന് ഒരാളെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. വണ്ടി കണ്ടപാടെ തന്നെ ആൾ പാഞ്ഞു വന്നു. മറ്റുള്ളവരൊക്കെ ഏതോ സ്ഥലത്താണ് ഉള്ളത്. 6-7 ഉണ്ട് അവിടെ. മുൻപും നമ്മൾ ചെയ്ത വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു, എത്രയോ നല്ല ഇനങ്ങളാണ് ഈ നായകളിൽ ഇവിടെ ഉള്ളതെന്നറിയോ. ഇതുപോലെ തെരുവിൽ ഉപേക്ഷിക്കുന്നവരിൽ നിന്നുണ്ടാകുന്നതാണ്. എത്ര രസമാണെന്നറിയോ. ഞാൻ എപ്പോഴും സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ജീവിതത്തിൽ ആർക്കൊക്കെ എന്തൊക്കെ ചെയ്തു കൊടുത്താലും പലരും അത് മറക്കും. പക്ഷേ ഒരു നേരമേ ഈ നായകൾക്ക് നമ്മൾ ഭക്ഷണം കൊടുത്തിട്ടില്ലെങ്കിൽ എത്ര കാലം കഴിഞ്ഞാലും ആ നായ നമ്മളെ മറക്കില്ല. അതൊരു സത്യമാണ് കേട്ടോ. ഈ വീഡിയോയ്ക്ക് കീഴേ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തൊരു കമൻ്റ് ഉണ്ട്. അതിനകത്ത് എൻ്റെ യൂട്യൂബിൻ്റെ ലിങ്ക് ഉണ്ട്. 1 വർഷം മുമ്പ് ഞാനിട്ട ആ ഒരു വീഡിയോ നായ സ്നേഹികൾക്ക് അത് ഇഷ്ടപ്പെടത്തുള്ളൂ. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അന്നത്തെ ആ നായകളിൽ 2-3 പേര് ഇപ്പോൾ ബാക്കിയുള്ളൂ. വണ്ടി ഇടിച്ചൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. അതിലടുത്ത തലമുറയിലുണ്ടായതാണ്. ഈ കാണുന്നതിന് ഒരു 6 മാസത്തിനുള്ളിൽ പ്രായമില്ല. ഇവൻ്റെ കൂടെ 2 കുഞ്ഞുങ്ങൾ വേറെ ഉണ്ടായിരുന്നു. അതൊക്കെ വണ്ടി കയറി ചത്തുപോയെന്നാണ് ഞാൻ അറിഞ്ഞത്. ഇത് എൻ്റെ പഴയ വീഡിയോയിലുള്ള കുറച്ച് ഭാഗങ്ങളാണ്. അത് നിങ്ങൾക്ക് ഫുൾ വീഡിയോ കാണണമെങ്കിൽ മറക്കാതെ ലിങ്ക് ഒന്ന് ഓപ്പൺ ആക്കി നോക്കുക. നായകളെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നന്ദി.